അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതേ വറസത്തുൽ അംബിയായ ആലിമീങ്ങൾ പരമ്പരാഗതമായി ഒത്തുചേർന്ന് ഇസ്ലാമിന്റെ തനതായ രൂപം ഇവിടെ എക്കാലത്തും നിലനിർത്താൻ അത് പ്രവർത്തിക്കുന്നത് ഒരു കമ്മിറ്റിയാണോ? അതൊരു വലിയ ഇസ്ലാമിന്റെ പ്രതീകമല്ലേ? ഒരു ദീനിന്റെ സംഘടനയല്ലേ? അതിനെ തരം താഴ്ത്തി കാണാനും അതിൻ്റെ മഹത്വത്തെ ഏതെങ്കിലും തരത്തിൽ പരിഹാസ്യമാക്കാനും പലരും ഇവിടെ രംഗത്ത് വന്നു. അതിന് ചിലർ ഒളിഞ്ഞും തെളിഞ്ഞും ഒത്താശ നൽകി. നമ്മൾ ഉമറാക്കളാണെന്നും പറഞ്ഞുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും പല രാജ്യത്തും പല മഹല്ലത്തുകളിലും പണ്ടുള്ളതായ ഒരവസ്ഥയല്ല മഹല്ലത്തിൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് വടകരയാണല്ലോ. വടകര സുന്നത്ത് ജമാ, ഞാൻ വടകരക്കാരനാണ്. ഇവിടെ സമസ്തയുടെ ഒരു കേന്ദ്രമായിരുന്നു വടകര. അന്ന് ഞാൻ ഇവിടെ പഠിക്കുന്ന കാലത്തൊക്കെ മഹാന്മാരായ ഉലമാണ് ഇതിനെ നിയന്ത്രിച്ചത്. ആരൊക്കെ? ഐനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ, അതേപോലെ തന്നെ മഹത്തുക്കളായ വലിയ വലിയ പണ്ഡിത ശ്രേഷ്ഠന്മാര്, അവരൊക്കെയായിരുന്നു ബഹുമാനപ്പെട്ട ഐനിക്കാടിന്റെ പുത്രൻ. അതേപോലെ തന്നെ അതിന്റെ ശേഷം ബഹുമാനപ്പെട്ട ഇബ്രാഹിം മുസ്ലിയാർ. ഒരു കടുകീണ സുന്നത്ത് ജമാഅത്തിന് മാറ്റം വരുത്താൻ ഒരിക്കലും സമ്മതിക്കാത്ത ഇബ്രാഹിം മുസ്ലിയാരെ പോലത്തവരായിരുന്നു ഇവിടെ നേതൃത്വം നൽകിയത്. എന്നാൽ അവരൊക്കെ ഇന്നൊരു സ്വപ്നമായി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ നേതൃത്വം നൽകുന്നത് ഞാൻ പറഞ്ഞതുപോലെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരറിവുമില്ലാത്ത, കേവലം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ളതായ പ്രവർത്തനങ്ങൾക്ക് മാത്രം നിയോഗിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ബഹുമാനപ്പെട്ട ചില മഹല്ലുകളിലൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്കോ അതേപോലെ അതിൻ്റെ പിന്നിൽ അണിനിരക്കുന്നവർക്കോ സമ്മതിച്ചു കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നേരത്തെ ബഹുമാനപ്പെട്ട സത്താർ പന്തലൂര് പറഞ്ഞതുപോലെ നമ്മളുടെ മഹല്ലത്തുകളിലെല്ലാം നമ്മളുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളെ ലഘൂകരിക്കുകയോ അതല്ലെങ്കിൽ പണ്ടുള്ളതിൻ്റെ സമ്പ്രദായം മാറ്റി, മുമ്പൊക്കെ ബദരീങ്ങളാണ്ടും അതേപോലെ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ടും അതൊക്കെ വളരെ ബിരിയാണിയൊക്കെ വെച്ച് കൊടുത്തിരുന്നു. അങ്ങനെ പിൽക്കാലത്ത് അതൊക്കെ ചില മുബ്തദീകളോട് ഏതെങ്കിലും തരത്തിൽ മാനസികമായി അടുപ്പമുള്ള ആൾക്കാർ നമ്മുടെ മഹല്ലത്തുകളിൽ നേതൃത്വത്തിൽ വരുമ്പോൾ അതൊക്കെ ഇന്ന് നമ്മുടെ മഹല്ലുകളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയോ ചെറുതായി പോരുകയോ അതിന് അവർക്ക് സഹായകമായി ഇനി നബിദിന യോഗത്തിന് മൂട്ടായി കൊടുത്താൽ മതി, ചോറ് കൊടുക്കണ്ട എന്ന് പറയുന്ന ചില ആൾക്കാർ രംഗത്ത് വരികയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ മഹല്ലത്തുകൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ള വിഭാഗത്തിന്റെ കയ്യിലേക്ക് ആശയങ്ങളിലേക്ക് പെട്ടുപോകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ മഹല്ലത്തുകളിലൊക്കെ പണ്ട് മഹത്തുക്കളായ മഹാന്മാരായ ആലിമീങ്ങളാണ് ഭരിച്ചത്. ആലിമീങ്ങൾ എന്താണോ പറയുന്നത്, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളാണ് അന്ന് ഭരിച്ചത്. ഏത് കമ്മിറ്റിയാണെങ്കിലും ആ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇന്നതല്ല. ഇന്ന് അതൊന്നും ചോദിക്കാതെ, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ചോദിക്കാതെ നമ്മളുടെ മഹല്ലത്തുകളെ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ഒരു വലിയ ഭയാനകമായ ഒരവസ്ഥാവിശേഷം നമ്മുടെ മഹല്ലുകളിലൊക്കെ പതിയിരിക്കുന്നുണ്ട്. അതാണ് നേരത്തെ ആൾക്കാരൊക്കെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ ബദ്ധശ്രദ്ധരാകണം. നമ്മൾ വളരെ ജാഗ്രത പാലിക്കണം. നമ്മൾക്ക് വേണ്ടത് സുന്നത്ത് ജമാഅത്താണ്. സുന്നത്ത് ജമാഅത്തിനെ പറ്റി കൂടുതൽ പറയുന്നവരോട് ചിലർക്കൊക്കെ വെറുപ്പാണ്, അവരോട് വിമർശനമാണ്. എന്താ കാരണം? ആൾ സുന്നത്ത് ജമാഅത്ത് പറയുന്നുണ്ട്. പിന്നെ എന്താ പറയേണ്ടത്? സുന്നത്ത് ജമാഅത്തിനെ പറയാനല്ലേ അല്ലാഹു തആല നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. മഹാന്മാരായ പ്രവാചകന്മാരുടെ അനന്തരഗാമികളല്ലേ ബഹുമാനപ്പെട്ട ഉലമാക്കന്മാര്. വിശദീകരിക്കാൻ സമയമില്ല. പരിശുദ്ധ ഖുർആനിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പം പ്രസംഗിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഉലമാ ഉമ്മത്തി കാംബിയായി ബനി ഇസ്രായേൽ എന്നാണ്. അമ്പിയാക്കന്മാരെ പോലെയാണ് ഉലമാക്കന്മാർ. ആ അമ്പിയാക്കന്മാരോട് റസൂലുള്ളാഹിനോട് ചോദിക്കാതെ സ്വഹാബാക്കൾ എന്തെങ്കിലും ചെയ്യുമോ? ആ സ്ഥാനത്താണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ലോകാവസാനം വരെ ഉലമാക്കൾ വേണം. ആ ഉലമാക്കളോട് ചോദിച്ചും അന്വേഷിച്ചും അവരുടെ നിർദ്ദേശം അനുസരിച്ചുമാണ് നാം പ്രവർത്തിക്കേണ്ടത്. അതിനാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ
ഒരൊറ്റയും തെറ്റയും ആവാതെ സംഘടിതമായി ഒരു രൂപം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആ ഉലമനെ സ്ഥാപിക്കുകയും അതിനൊരു മുഷാവറ ഉണ്ടാക്കുകയും ചെയ്തു. 40 പണ്ഡിത ശ്രേഷ്ഠന്മാർ. ആ പണ്ഡിത ശ്രേഷ്ഠന്മാർ ഒന്നായിട്ട് ആലോചിച്ച് തീരുമാനിക്കുന്നതായ കാര്യമാണ് സമസ്തന്റെ നിർദ്ദേശങ്ങൾ, സമസ്തന്റെ അഭിപ്രായങ്ങൾ, സമസ്തന്റെ തീരുമാനങ്ങൾ. അത് എല്ലാ മഹല്ലുകളും പാലിച്ചേ പറ്റൂ. എത്ര വമ്പനായാലും കൊമ്പനായാലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറയുടെ തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവരെ നമ്മൾക്ക് നമ്മുടെ മഹല്ലത്തുകളിൽ വച്ചു പൊറുപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കൂടുതൽ ഭയാനകമായ ഒരവസ്ഥ വരാതെ നമ്മളുടെ മഹല്ലത്തുകളിലൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ നിലനിർത്താൻ നമ്മൾ വളരെ ഭഗീരഥ ശ്രമം നടത്തുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ ഉറച്ചു നിന്ന് അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ തീരുമാനങ്ങളും നമ്മുടെ എല്ലാ മഹല്ലത്തുകളിലും പ്രചരിപ്പിക്കുകയും അതിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന 100ാം വാർഷിക സമ്മേളനം